നമ്മൾ ഇതുവരെ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ച കാര്യങ്ങളൊന്ന് ചുരുക്കി പറയണം. ആദ്യം നമ്മൾ ടേം ഡിഫറൻസ് ആണോ ചെക്ക് ചെയ്യാൻ. അപ്പോൾ ക്വസ്റ്റ്യൻ വരില്ല ഇങ്ങനെയൊക്കെയാണ്, വിൽ ഡിഫറൻസ് ഓഫ് എനി ടു ടേംസ് ഓഫ് ദി സീക്വൻസ്. നമുക്കൊരു സീക്വൻസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാകും 2, 6, 10. എന്നിട്ട് നിങ്ങളോട് പറയും ഈ 44 ഡിഫറൻസ് ഓഫ് എനി ടു ടേംസ്. അപ്പോൾ ഇവിടെ തന്നിക്കണം എന്താ, 44 ടേം ഡിഫറൻസ് ആണോ എന്ന് ചെക്ക് ചെയ്യാനാണ്. ഈ 44 ടേം ഡിഫറൻസ് ആണോ എന്ന് ചെക്ക് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. 44 ഈ സീക്വൻസിൻ്റെ ഏതെങ്കിലും 2 ടേംസ് കുറച്ചാൽ 44 കിട്ടുമെന്ന് ചെക്ക് ചെയ്യാൻ, അതായത് 44 ടേം ഡിഫറൻസ് ആണെന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ വന്നിട്ട് വെച്ചാൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് തന്ന സീക്വൻസിൻ്റെ കോമൺ ഡിഫറൻസ് കാണാം. ഇവിടെ എത്ര കൂട്ടിയാണ് പോകുന്നത്, 2 6 എത്താൻ 4 കൂട്ടണം, വീണ്ടും 6 10 എത്താൻ 4 കൂട്ടണം. അപ്പോൾ ഇവിടെ കോമൺ ആയിട്ട് കൂട്ടുന്ന ആളാരാ, കോമൺ 4 ഏതാണ്, 4 എന്താണ് ഇവിടെ കോമൺ ഡിഫറൻസ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് കോമൺ ഡിഫറൻസ് കണ്ടെത്തുക. സീക്വൻസിൻ്റെ കോമൺ ഡിഫറൻസ് ഇപ്പോൾ ഇവിടെ കിട്ടി. ഈ സീക്വൻസിൻ്റെ കോമൺ ഡിഫറൻസ് 4 ആണ്, കാരണം ഇവിടെ 4 കൂട്ടിയാണ് പോകുന്നത്. അല്ലെങ്കിൽ അടുത്തുള്ള ടേമിൽ നിന്ന് അടുത്തടുത്ത ടേമുകൾ കുറച്ചാൽ നമുക്ക് എന്തിട്ടും കോമൺ ഡിഫറൻസ് കിട്ടും. 6 2 കുറച്ചാൽ 6 2 കുറച്ചാൽ 4 കിട്ടും. അപ്പോൾ കോമൺ ഡിഫറൻസ് കണ്ടെത്തി. ഇനി ടേം ഡിഫറൻസ് ആണ് ചെക്ക് ചെയ്യാനും ഒന്നുമില്ല. ഈ തന്ന നമ്പർ എഴുതുക, ആ നമ്പറിന് നമ്മൾ കോമൺ ഡിഫറൻസ് ഇട്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. അപ്പോൾ ഡിവൈഡ് ചെയ്ത് നോക്കണേ, 4 എത്ര ടൈംസ് 4, 1 ടൈംസ്. ബാക്കി 1 × 4 4, ബാക്കിയുള്ളത് 4 ഇറക്കി എഴുതി. ഇനി 4 എത്ര ടൈംസ് 4 ആവും, വീണ്ടും 1 ടൈംസ്. അപ്പോൾ 1 × 4 4, റിമൈൻഡർ എത്ര വരുന്നത് 0. അപ്പോൾ റിമൈൻഡർ 0 വന്നാൽ മാത്രമാണ് എന്താവുള്ളൂ, ടേം ഡിഫറൻസ് ആവുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് റിമൈൻഡർ 0 കിട്ടി, അതുകൊണ്ട് എന്താണ് 44 എന്താണ് ടേം ഡിഫറൻസ് ആണ്. 44 ടേം ഡിഫറൻസ് ആവും. ഇനി സപ്പോസ് നിങ്ങളോട് ചെക്ക് ചെയ്യാൻ പറഞ്ഞ നമ്പർ 46 ആണ് വിചാരിക്കുക. 46 അപ്പോൾ നേരത്തെ പോലെ എന്ത് ചെയ്യും, കോമൺ ഡിഫറൻസ് കണ്ടെത്തി 4. എന്നിട്ട് ഈ ടേം ഡിഫറൻസ് ആണെന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞ നമ്പറായിട്ടുള്ള 46 നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കും. 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ 4 എത്ര ടൈംസ് 1 ടൈംസ്. 1 × 4 4, 4 ന്ന് 4 വെച്ചാൽ 0, ബാക്കിയുള്ളത് 6. ഇനി 6 എത്ര ടൈംസ് 4, 1 ടൈംസ്. 1 × 4 4, ബാക്കി എത്ര വരുന്നത് 2 വരും. അപ്പോൾ ഇവിടെ റിമൈൻഡർ എത്രയാണ് 2 ആണ്. പക്ഷേ ഇതെന്തല്ല, 0 അല്ല, നോട്ട് ഈക്വൽ ടു 0. ഇത് 0 അല്ല, നമുക്ക് കിട്ടിയ റിമൈൻഡർ 2 ആണ്. അതുകൊണ്ട് എന്താണ് 46 എന്തല്ല ടേം ഡിഫറൻസ് ആവില്ല. ക്ലിയർ അല്ല. അപ്പോൾ റിമൈൻഡർ 0 വന്നാൽ മാത്രമേ ടേം ഡിഫറൻസ് ആവുള്ളൂ, അല്ലാത്ത കേസിലൊന്നും ടേം ഡിഫറൻസ് ആവില്ല. റിമൈൻഡർ 0 വരണം, എന്നാൽ മാത്രമേ ടേം ഡിഫറൻസ് ആവുള്ളൂ. അപ്പോൾ ഇവിടെ 44 ടേം ഡിഫറൻസ് ആണ്, 46 അല്ല. റീസൺ എന്താ, 44ന് റിമൈൻഡർ 0 ആണ് വന്നത്, 46ൻ്റെ കേസിൽ റിമൈൻഡർ 0 അല്ലാത്ത നമ്പറാണ്, 2 ആണ് വന്നത്. ക്ലിയർ അല്ല. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. അടുത്ത ക്വസ്റ്റ്യനിൽ ചോദിക്കണേ 46 ഈ സീക്വൻസിലെ ടേം ആണെന്ന്, അതായത് നേരത്തെ സീക്വൻസിലെ ടേം ആണോ 46. ഇവിടെ നോട്ട് ചെയ്യണം, ടേം ഡിഫറൻസ് ആണോ എന്നല്ല ക്വസ്റ്റ്യന്, ടേം ആണോ എന്ന് ചെക്ക് ചെയ്യാനാണ്. അപ്പോൾ 46 എന്നുള്ള നമ്പർ ടേം ആണോ എന്ന് ചെക്ക് ചെയ്യാനാണ്. അപ്പോൾ നമുക്കറിയാം ടേം ഡിഫറൻസ് ആണ് ചെക്ക് ചെയ്യാനുണ്ടെങ്കിൽ നേരിട്ട് നമുക്ക് കോമൺ ഡിഫറൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. പക്ഷേ ഇവിടെ ടേം ആണെന്ന് ചെക്ക് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് കാണണം, ടേം ഡിഫറൻസ് കാണാം. അപ്പോൾ തന്ന നമ്പർ 46. ഇനി നമുക്ക് ഇത് ടേം ആണെന്ന് ചെക്ക് ചെയ്യാനാണ്. അപ്പോൾ ആദ്യം നമ്മൾ ടേം ഡിഫറൻസ് കാണണം. അപ്പോൾ ടേം ഡിഫറൻസ് കാണിച്ച് ഇവിടെ നമുക്ക് സീക്വൻസിൽ 3 ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ ഏതെങ്കിലും ഒന്ന് ഇതിൽ നിന്ന് കുറക്കാം. അപ്പോൾ എന്തായി ഡിഫറൻസ് ആയി. അപ്പോൾ എപ്പോഴും നിങ്ങൾ ഫസ്റ്റ് ടേം വെച്ച് ശീലിക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ ഫസ്റ്റ് ടേം വെച്ചാണ് ഡിഫറൻസ് എടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ടേം വെച്ച് ഞാൻ കുറച്ച് 46 - 2 എത്രയാണ് 44. ഇതെന്താണ് ഇപ്പോൾ കിട്ടിയത്, ഇപ്പോൾ കിട്ടിയത് നമുക്ക് ടേം ഡിഫറൻസ് ആയി, അതായത് 2 നമ്പേഴ്സിൻ്റെ ഡിഫറൻസ്. അതിനാണ് എന്ത് വിളിക്കുന്നത്, ടേം ഡിഫറൻസ്. ഇപ്പോൾ നമുക്ക് ടേം ഡിഫറൻസിലെത്തി. ഇനി നമുക്ക് പയ്യമാർക്ക് ചെയ്യാൻ ചെയ്യേണ്ടത് ഈ കിട്ടിയ ടേം ഡിഫറൻസിനെ 44നെ വീണ്ടും കോമൺ ഡിഫറൻസ് വെച്ച് ഞാൻ ഡിവൈഡ് ചെയ്ത് നോക്കണം. അപ്പോൾ നേരത്തെ കിട്ടിയ പോലെ അതേപോലെ നമുക്ക് കിട്ടും. ഇവിടെ 11 44, റിമൈൻഡർ എന്ത് വരും 0. അപ്പോൾ റിമൈൻഡർ 0 വന്നുകൊണ്ട് നമുക്ക് എന്ത് പറയാം, 46 എന്താവും, ടേം ആവും. ക്ലിയർ അല്ലേ, 46 ടേം ആവും. ഇനി സപ്പോസ് നിങ്ങളോട് ചെക്ക് ചെയ്യാൻ പറഞ്ഞ നമ്പർ 47 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ അതേമാതിരി നമ്മൾ ചെയ്യും, 47 ടേമാണ് ചെക്ക് ചെയ്യാറുള്ള നമ്പർ. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഡിഫറൻസ് എടുക്കണം. അപ്പോൾ 47 - 2 ഓക്കെ അല്ലേ. 47 - 2 നമുക്ക് എന്ത് ചെയ്യും 45 കിട്ടും. ഓക്കെ, ഞാൻ ഇപ്പോൾ എന്ത് കിട്ടി, ടേം ഡിഫറൻസ് കിട്ടി അല്ലേ, ഡിഫറൻസ് കിട്ടി. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോമൺ ഡിഫറൻസ് ഇട്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. അപ്പോൾ ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ 4 എത്ര ടൈംസ് 1 ടൈംസ്. അപ്പോൾ 4, ബാക്കിയുള്ളത് 5. 5 എത്ര ടൈംസ് 1 ടൈംസ്. 4, ബാക്കി റിമൈൻഡർ എന്ന് വന്നത് 1 ആണ് വന്നത്. ഇവിടെ റിമൈൻഡർ 0 അല്ല വന്നത്, 1 ആണ്. അതുകൊണ്ട് എന്ത് പറയുക, 47 എന്തല്ല ടേം ആവില്ല, 47 ടേം ആവില്ല. ഇനി നമ്മളോട് ഇതിൽ സബ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചു. അപ്പോൾ നമ്മൾ കണ്ടു 46 ടേം ആണ് നമ്മൾ കണ്ടു അല്ലേ.
46 ആദ്യത്തെ കേസിൽ 46 റിമൈൻഡർ 0 എന്നുകൊണ്ട് ടേം ഡിഫറൻസ് എടുത്ത് ഡിവൈഡ് ചെയ്തപ്പോൾ റിമൈൻഡർ 0 എന്നുകൊണ്ട് 46 ടേം ആണെന്ന് ആദ്യത്തെ കേസിൽ കണ്ടു. നമ്മളോട് സബ് ക്വസ്റ്റ്യനായി ചോദിച്ചു 46 എത്രാമത്തെ ടേം ആണെന്ന്. വിച്ച് ടേം ഈസ് 46, വിച്ച് ടേം ഈസ് 46 എന്ന് ചോദിച്ചു. അല്ലെങ്കിൽ 46ൻ്റെ പൊസിഷൻ കണ്ടെത്താൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞങ്ങനെ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ടേം ആണെന്ന് ചെക്ക് ചെയ്യാനുള്ള പ്രൊസീജിയറില്ല, മൊത്തം ചെയ്യുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ആദ്യം എന്ത് ചെയ്തു, ടേം ആണെന്ന് ചെക്ക് ചെയ്യാനുള്ള പ്രൊസീജിയർ 46 ടേം ആണെന്ന് ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മുടെ സീക്വൻസ് ഉണ്ട്, ആ സീക്വൻസിൽ ഏതെങ്കിലും ടേം എടുത്ത് ഞാൻ ഫസ്റ്റ് ടേം വെച്ചാണ് എടുക്കുന്നത് കേട്ടോ. ഫസ്റ്റ് ടേം വെച്ചാണ് ഞാൻ ഡിഫറൻസ് എടുക്കുന്നത്. അപ്പോൾ 46 മൈനസ് ഫസ്റ്റ് ടേം എത്രയാണ്, 2 ആണ് ഇവിടെ. ഫസ്റ്റ് ടേം ഇവിടെ 2 ആണ്. അപ്പോൾ 46 മൈനസ് 2. ഇപ്പോൾ ടേം ഡിഫറൻസ് കിട്ടി. ആൻസർ എത്ര, 44. നേരത്തെ പോലെ നമ്മൾ ചെക്ക് ചെയ്യണം. 4h കോമൺ ഡിഫറൻസ് ഇവിടെ 4 ആണ്. അപ്പോൾ നമ്മൾ 4h ഡിവൈഡ് ചെയ്ത് നോക്കി. അവിടെ ആൻസർ എന്ത് വരും, 1 4 4 വീണ്ടും 1 4 റിമൈൻഡർ എന്നിട്ട് 0 കിട്ടി. അതുകൊണ്ട് എന്താണ് 46 ടേമാണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി എത്രാമത്തെ ടേമാണെന്നല്ല ചോദിച്ചത്. അപ്പോൾ നമ്മളിവിടെ ഡിവൈഡ് ചെയ്തില്ലേ, ഡിവൈഡ് ചെയ്തപ്പോൾ നമ്മൾക്ക് ഒരു ആൻസർ കിട്ടിയില്ല 11. ആ 11ക്ക് 1 കൂട്ടി കൊടുത്താൽ എത്രാമത്തെ ടേമാണെന്ന് കിട്ടും. അപ്പോൾ ഇത് എത്രാമത്തെ ടേമാ, 12th ടേം. ക്ലിയർ അല്ല. നമ്മളിവിടെ ഫസ്റ്റ് ടേം വെച്ചാണ് ഇവിടെ ഡിഫറൻസ് എടുത്തത്. അത് ഫസ്റ്റ് ടേം വെച്ച് ഡിഫറൻസ് എടുത്തുകൊണ്ടാണ് ഇവിടെ 1 കൂട്ടി കൊടുത്തത്. ഓക്കെ അല്ലേ. അപ്പോൾ ഇവിടെ കിട്ടിയ ആൻസർക്ക് 1 കൂട്ടി കൊടുത്താൽ 12th ടേം കിട്ടും. നിങ്ങൾ ഫസ്റ്റ് ടേം വെച്ച് ഡിഫറൻസ് എടുത്ത് ശീലിക്കുമ്പോൾ നിങ്ങൾക്ക് എളുപ്പമാണ്. ഈ കിട്ടുന്ന ആൻസർക്ക് 1 കൂട്ടി കൊടുത്താൽ ടേമിൻ്റെ പൊസിഷൻ കിട്ടും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ ഇങ്ങനെയൊക്കെയാണ് ചോദിക്കുക, 2 ടേംസ് തന്നിട്ടാണ്, 4th ടേം 2, 12th ടേം 18. ഇങ്ങനെ വരിയായിട്ട് കോമ 12th ടേം 18 എന്ന് പറഞ്ഞുകൊണ്ട് തരിക. എന്നിട്ട് നിങ്ങളോട് സീക്വൻസ് കാണാൻ പറയും. ഇത് വരുന്ന സീക്വൻസ് കാണാൻ പറയും. അപ്പോൾ സീക്വൻസ് കാണിച്ചാൽ നമുക്ക് എന്തൊക്കെ അറിയണം, കോമൺ ഡിഫറൻസ് അറിയണം, പിന്നെ ഫസ്റ്റ് ടേം അറിയണം. എന്നാലേ നമുക്ക് സീക്വൻസ് ചെയ്താൻ പറ്റുള്ളൂ. അപ്പോൾ കോമൺ ഡിഫറൻസ് കാണാനുള്ള ഇക്വേഷനാണ് ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. പൊസിഷൻ ഡിഫറൻസ് ഇങ്ങനെ ക്വസ്റ്റ്യൻ തന്നേക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടി, ആ ക്വസ്റ്റ്യനിൽ തന്ന 2 ടേമുകൾ എടുത്ത് ഞാൻ എടുത്ത് 4th ടേം 2, 12th ടേം 18. നിങ്ങൾക്ക് വേണമെങ്കിൽ എങ്ങനെയും കുറക്കാം, മുകളിൽ നിന്ന് താഴോട്ട് കുറക്കാം, അല്ലെങ്കിൽ താഴെ നിന്ന് മുകളിലോട്ട് കുറക്കാം. ഞാൻ എന്ത് ചെയ്യണേ, താഴെ നിന്ന് മുകളിലുള്ള കുറക്കണം. അപ്പോൾ ഇവിടെ കുറക്കണേ. അപ്പോൾ 18 മൈനസ് 2 എത്ര തന്നെ, 16. അതേപോലെ ഇവിടെ നിന്നും കുറക്കണം, താഴെ നിന്ന് മുകളിലുള്ള കുറക്കണം. അപ്പോൾ 12 മൈനസ് 4 എത്ര, 8 കിട്ടും. അപ്പോൾ ഇവിടെ നോക്കുക, ഇത് പൊസിഷൻസാണ്. 12th 4th അറിയേണ്ട പൊസിഷൻസ്. അപ്പോൾ ഇവിടെ പൊസിഷൻ ഡിഫറൻസ് അറിയേണ്ട ഏതേക്കാരം, ഈ കുറച്ച ഉത്തരമാണ് പൊസിഷൻ ഡിഫറൻസ്. ഇതാണ് പൊസിഷൻ ഡിഫറൻസ്. ക്ലിയർ അല്ലേ. അപ്പോൾ 8 പൊസിഷൻ ഡിഫറൻസ്. അപ്പോൾ ഇതെന്തേക്കാരം, ഇതാണ് നമ്മളെ ടേം ഡിഫറൻസ്. അത് നേരെ ഈക്വേഷനിൽ അപ്ലൈ ചെയ്യുക. ടേം ഡിഫറൻസ് എത്ര കിട്ടി, 16 കിട്ടി. പൊസിഷൻ ഡിഫറൻസ് എത്ര കിട്ടി, 8 കിട്ടി. അപ്പോൾ ഡി എത്രയാണ് ഇവിടെ, 16/8 = 2 എന്ന് കിട്ടും. 16/8 = 2. അപ്പോൾ ഡി ആയി. ഇനി എന്തുകൂടെ കിട്ടിയാൽ മതി, ഫസ്റ്റ് ടേം കൂടെ കിട്ടണം. അപ്പോൾ ഫസ്റ്റ് ടേം കാണണേ, ഫസ്റ്റ് ടേം നമുക്ക് കാണാനുള്ള ഫസ്റ്റ് ടേം. അപ്പോൾ ഫസ്റ്റ് ടേം = ഇനി നോക്കുക, ഇവിടെ നമുക്ക് 2 ടേംസ് തന്നിട്ടുണ്ട്. ഇതിൽ ഏതെങ്കിലും ഇഷ്ടമുള്ളൊരു ടേം എടുക്കുക. അപ്പോൾ ഞാൻ 4th ടേം ചൂസ് ചെയ്തു. ആ 4th ടേം ഇവിടെ എഴുതി കൊടുക്കുക. 4th ടേം ഇനി നോക്കേണ്ടത് ഡിസ്റ്റൻസ് നോക്കുക. നമുക്ക് കാണാനുള്ള ഫസ്റ്റ് ടേമാണ്. അപ്പോൾ 4th ടേമിൽ നിന്ന് ഫസ്റ്റ് ടേമിലേക്ക് എത്താൻ എന്ത് സംഭവിക്കണം, 3 എണ്ണം കുറയണം അല്ലേ. 4ന്ന് 1ക്ക് എത്താൻ എത്ര കുറയണം, 3 കുറയണം. ആ -3 ഇവിടെ നേരെ ഇങ്ങോട്ടിട്ട് എഴുതി കൊടുക്കുക, -3. അതിൻ്റെ കൂടെ എന്തുകൂടെ ചേർക്കുക, ഡി കൂടെ ചേർക്കുക, ഡി. അപ്പോൾ എന്ത് വരും, 4th ടേം എത്രയാണ് തന്നേക്കണേ, ക്വസ്റ്റ്യനിൽ 2 ആണ് തന്നേക്കണം. അപ്പോൾ 2 മൈനസ് ഈ 3D എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കുക, ഇവിടെ ഒരു നമ്പർ ഉണ്ട്, പിന്നെ അടുത്തത് ഒരു ആൽഫബറ്റാണ് വരുന്നത്. അപ്പോൾ ആൽഫബറ്റും നമ്പർ ഒരുമിച്ച് വന്നിട്ട് അതിൻ്റെ അടിയിലുള്ള സൈന് ഇൻറ്റു ആണ്. ക്ലിയർ അല്ലേ. അപ്പോൾ 3 × D എത്രയാണ് നേരത്തെ കിട്ടിയത്, 2 ആണ്. അപ്പോൾ ആൻസർ എന്ത് വരും, ഇവിടെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ ഇൻറ്റു കണ്ടുകണിച്ച് ആദ്യം ചെയ്യാനുള്ള ഇൻറ്റു ചെയ്യാനുള്ള ഭാഗം ചെയ്യണം, ലാസ്റ്റ് വേണം കുറയ്ക്കൽ. അപ്പോൾ നോക്കുക, 2 - 3 × 2 6 ആണ്. 2 - 6 എങ്ങനെ ചെയ്യുക, ഇവിടെ വലിയ ആൾ 6 ആണ്, ചെറിയ ആൾ എന്താണ്, 2 ആണ്. വലുതിൽ നിന്ന് ചെറുത് ഓർക്കുക. 6 - 2 4. വലിയവൻ്റെ ചിഹ്നം ഏതാ ഇവിടെ, മൈനസാണ്. അപ്പോൾ ആൻസർ -4. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടേം കിട്ടി -4. ഇനി സീക്വൻസ് ചെയ്താലോ, -4 ഫസ്റ്റ് ടേം, അതിക്കൊരു പ്രാവശ്യം കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ സെക്കൻഡ് ടേം കിട്ടി. -4 + 2 എങ്ങനെ ചെയ്യുക, ഇവിടെ ഒരാൾ മൈനസ്, അടുത്തത് പ്ലസ്, വലുതിന് ചെറുതോർക്ക് വലുതിൻ്റെ ചിഹ്നം ഇടുക. അപ്പോൾ 4ന് 2 കുറച്ച് എത്ര, 2. വലുതിൻ്റെ ചിഹ്നം ഏതാ, -2. അപ്പോൾ അടുത്ത ടേം കിട്ടി -2. ഇനി അടുത്ത ടേം കിട്ടാൻ ഈ -2ക്ക് സെക്കൻഡ് ടേമുക്ക് വീണ്ടും ഒരു തവണ കൂടെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുക. അപ്പോൾ 2 - 2 എത്രയാണ്, വലുതിന് ചെറുതോർക്ക് വലുതിൻ്റെ ചിഹ്നം ഇടുക. അപ്പോൾ വലുതും ചെറുതും എന്താണ്, സെയിം ആണ്. 2 - 2 0 ആണ്. പിന്നെ ചിഹ്നം ഒന്നും നോക്കണ്ട. അപ്പോൾ
0. അപ്പോൾ നമ്മൾ സീക്വൻസ് ചെയ്താൽ 4 -2 0 എക്സെട്ര. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഇതൊരു ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നോക്കുക, റൈറ്റ് എ സീക്വൻസ്. ഒരു സീക്വൻസ് ചെയ്താലാണ് അതിൽ ടേം എന്ത് ചെയ്യും, 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 3 കിട്ടണ ഒരു സീക്വൻസ് ചെയ്താണ്. അപ്പോൾ നോക്കുക, ഇതുവരെ കഴിഞ്ഞ പ്രോബ്ലത്തിലൊക്കെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന ആളാരായിരുന്നു, ഇവിടെയൊക്കെ കോമൺ ഡിഫറൻസ് വെച്ചായിരുന്നു നമ്മൾ ഡിവൈഡ് ചെയ്തിരുന്നത്. അപ്പോൾ ഇവിടെ ഡിവൈഡ് ചെയ്യുന്ന ആൾ എപ്പോഴും ആരായിക്കാരം, കോമൺ ഡിഫറൻസ് കാരം. അപ്പോൾ ഇയാൾ കോമൺ ഡിഫറൻസ്, അതായത് ഡി, കോമൺ ഡിഫറൻസ് ഡി. ഓക്കെ അല്ലേ? ഇനി ഒരാളും കൂടി ഉണ്ട്, സീക്വൻസ് ചെയ്താൽ ഒരാളും കൂടി ബാക്കിയില്ല, ഫസ്റ്റ് ടേം. അപ്പോൾ ഈ റിമൈൻഡർ അറിയണ ആരായിക്കാരം, ഇയാൾ ഫസ്റ്റ് ടേം. അപ്പോൾ സീക്വൻസ് പെട്ടെന്ന് എഴുതി കൂടെ, ഫസ്റ്റ് ടേം 3, അതിക്കൊരു പ്രാവശ്യം കോമൺ ഡിഫറൻസ് കൂട്ടിക്കൊടുക്കും. കോമൺ ഡിഫറൻസ് എത്രയാണ്, 6. 3 + 6 എത്രയാണ്, 9. അടുത്ത ടേം 9 + 6 = 15. അപ്പോൾ സീക്വൻസ് ചെയ്താൽ 3, 9, 15 എക്സെട്ര. ഇനി അടുത്തത് പറഞ്ഞ് മിഡ് ടേമുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. മിഡ് ടേമിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ സമ്മ് ബൈ നമ്പർ ഓഫ് ടേംസ്. ഇതിന് സമ്മിനുള്ള ഇക്വേഷൻ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം, ഇവിടെ ബൈ നമ്പർ ഓഫ് ടേംസ് അല്ല, എപ്പുറത്ത് പോകുമ്പോൾ എന്താവും, ഇൻറ്റു നമ്പർ ഓഫ് ടേംസ്. അപ്പോൾ സമ്മ് = മിഡ് ടേം ബൈ നമ്പർ ഓഫ് ടേംസ് ഇങ്ങോട്ട് വരുമ്പോൾ ഇൻറ്റു നമ്പർ ഓഫ് ടേംസ്. ഈ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക, ഫൈൻഡ് സം ഓഫ് സെക്കൻഡ് ടേം ആൻഡ് സിക്സ്ത് ടേം. അപ്പോൾ നമ്മളോട് കാണാൻ പറഞ്ഞത് സമ്മാണ്. അപ്പോൾ സമ്മിൻ്റെ ഈ ഇക്വേഷൻ യൂസ് ചെയ്യുക, ക്ലിയർ അല്ലേ? അപ്പോൾ സമ്മ് = എന്താണ്, മിഡ് ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേംസ്. ഇനി ഇവിടെ നോക്കുക, എത്ര ടേംസിൻ്റെ സമ്മാണ് ഇവിടെ നമ്മൾ എടുക്കുന്നത്, ഇത് ഒരു ടേം, ഇത് രണ്ടാമത്തെ ടേം. അപ്പോൾ 2 ടേംസിൻ്റെ സമ്മ് എടുക്കണം. അപ്പോൾ n കിട്ടിയല്ലോ, n എത്രയാണ്, 2. ഇനി ഒരാളെയും പാടിയും കിട്ടിയാൽ നമുക്ക് സമ്മ് ചെയ്താലോ, മിഡ് ടേമിൻ്റെ ഉത്തരം കൂടി കിട്ടിയാൽ നമുക്ക് സമ്മിൻ്റെ ഉത്തരമായല്ലോ. അപ്പോൾ നോക്കുക, മിഡ് ടേം നോക്കുക, മിഡ് ടേം. അപ്പോൾ ഇവിടെ ഒരു ടേം തന്നിട്ടുണ്ട് അല്ലേ, 4th ടേം = 10. അപ്പോൾ ഇയാൾ എന്തായാലും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടിരിക്കണമെന്ന് വെച്ചെങ്കിൽ ഇവിടെ നമ്പർ നമുക്ക് കിട്ടി, സമ്മ് കാണാനാണ്. നമ്പർ നമുക്ക് പെട്ടെന്ന് കണ്ടെത്താൻ 2. പിന്നെ തന്നിട്ടുള്ള ഈ ടേം എന്തായാലും എന്തേക്കാരം, മിഡ് ടേം ആയിക്കാരം. അത് എങ്ങനെ ചെക്ക് ചെയ്യില്ല പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇവിടെ നമുക്ക് സെക്കൻഡ് ടേമിൻ്റെയും 6th ടേമിൻ്റെയും സമ്മാണ് കാണുന്നത്. സെക്കൻഡ് ടേം ഏത് പൊസിഷനിലാണ്, സെക്കൻഡ് പൊസിഷനിൽ. 6th ടേം ഏത് പൊസിഷനിലാണ്, 6th പൊസിഷനിൽ. അപ്പോൾ പൊസിഷൻ്റെ ഇതേപോലെ എന്ത് ചെയ്യുക, പൊസിഷൻ്റെ സമ്മ് ബൈ നമ്പർ ഓഫ് ടേംസ് കണ്ടെത്തി നമുക്ക് എന്ത് കിട്ടും, മിഡ് ടേമിൻ്റെ പൊസിഷൻ കിട്ടും. മിഡ് ടേമിൻ്റെ പൊസിഷൻ കിട്ടും. അപ്പോൾ ഞാൻ കണ്ടെത്തുന്നത് പൊസിഷൻ്റെ സമ്മ് സെക്കൻഡ് + 6th ബൈ എത്ര ആൾക്കാരെ കൂട്ടി, 2 ആൾക്കാരെ കൂട്ടിയില്ല, ബൈ 2. അതുകൊണ്ട് സെക്കൻഡ് + 6th എത്ര, 8 എന്നിട്ടോ, 8/2 എത്ര, 4th. 8/2 4th. അപ്പോൾ 4th ടേം മിഡ് ടേം ആണെന്ന് കൺഫേം ആയി. അപ്പോൾ ഇയാളെന്താണ്, മിഡ് ടേം ആണെന്ന് കൺഫേം ആയി. അപ്പോൾ മിഡ് ടേം എന്ന് പറയുന്നത് ഇവിടെ ഏതാണ്, 4th ടേമാണ്. അത് എത്രയാണ്, 4th ടേം നമുക്ക് തന്നുകൊണ്ട് എത്രയാണ്, 10. അത് ഇവിടെ ഇട്ട് കൊടുക്കുക മിഡ് ടേമിൻ്റെ സ്ഥാനത്ത്. അപ്പോൾ 10 × 2 ആണ് ഇവിടെ എന്ത്, സെക്കൻഡ് ടേമിൻ്റെയും 6th ടേമിൻ്റെയും സമ്മ് 20. ഇനി ശ്രദ്ധിക്കുക, ഈ ക്വസ്റ്റ്യൻ തിരിച്ച് ചോദിച്ചാൽ ഇവിടെ നമ്മൾക്ക് സമ്മ് കാണാനാണ് പറഞ്ഞിരുന്നത്, മിഡ് ടേം തന്നേക്കും. ഈ ക്വസ്റ്റ്യനിൽ എത്തിയപ്പോൾ എന്താ, ഇവിടെ നമുക്ക് 2 ടേംസ് തന്നിട്ടുണ്ട്. പിന്നെ എന്താ കാണാൻ പറഞ്ഞത്, 4th ടേം നമ്മളോട് കാണാൻ പറഞ്ഞു. ഇത് നിങ്ങൾക്ക് കോമൺ ഡിഫറൻസ് വെച്ച് ചെയ്യാം. ഇനി ഇവിടെ എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. ഇവിടെ നമുക്ക് തന്നെങ്കിൽ സെക്കൻഡ് ടേം 6th ടേം, ഓക്കെ അല്ലേ? അപ്പോൾ ഞാൻ പൊസിഷൻസുകളെ സമ്മ് എടുത്തുകൊണ്ട് നേരത്തെ ചെയ്ത പോലെ ഇതിൻ്റെ മിഡ് ടേം ഏതാണെന്ന് ചെക്ക് ചെയ്യണം, കൺഫേം ആക്കാൻ. അപ്പോൾ 6/2. അപ്പോൾ സെക്കൻഡ് + 6th എത്ര, 8/2 = 4th. അപ്പോൾ മിഡ് ടേം ആരാന്ന് മനസ്സിലായി, മിഡ് ടേമിൻ്റെ പൊസിഷൻ ഏതാണെന്ന് മനസ്സിലായി. 4th ടേമിലാണ് മിഡ് ടേം ഇരിക്കണമെന്ന് മനസ്സിലായി. അതാണ് നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇയാൾ മിഡ് ടേമാണെന്ന് മനസ്സിലായി. അപ്പോൾ നേരെ ഞാൻ മിഡ് ടേമിൻ്റെ ഇക്വേഷൻ എഴുതി, മിഡ് ടേം = സമ്മ് ബൈ നമ്പർ എത്ര, ഇവിടെ എത്ര ടേംസ് എടുത്തേക്കണേ, 2 ടേംസ് ഉണ്ട് അല്ലേ. അപ്പോൾ നമ്പർ എത്രയാണ്, 2. ഇനി സമ്മും കൂടെ വേണം. ഇവിടെ സമ്മ് ഡയറക്റ്റായിട്ട് നമുക്ക് തന്നിട്ടില്ല. ഓക്കെ, സെക്കൻഡ് ടേം തന്നിട്ടുണ്ട് 5, 6th ടേം എന്നാണ് 15. അപ്പോൾ സമ്മ് അറിയേണ്ടത് എത്ര ഉണ്ട്, സമ്മ് അറിയുമ്പോൾ സെക്കൻഡ് + 6th ടേം = എത്ര, 5 + 15 = 20. അപ്പോൾ സമ്മ് എത്ര, 20. അപ്പോൾ 20/2 ചെയ്താൽ എത്ര കിട്ടും, 10. അപ്പോൾ മിഡ് ടേം ആരാണ്, 4th ടേമാണ്. 4th ടേമിൻ്റെ ആൻസർ കിട്ടിയ എത്രയാണ്, 10. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഇതുവരെ നമ്മൾ 2 ടേമും മിഡ് ടേം വെച്ചുള്ള കണക്ഷനാണ് പഠിച്ചത്. ഇനി നോക്കാം, ഓഡ് നമ്പർ ഓഫ് ടേംസിൻ്റെ സമ്മ് തന്നു, എന്നിട്ട് നിങ്ങളൊരു ടേം കാണാൻ പറഞ്ഞു. അപ്പോൾ ഇവിടെ തന്നിട്ട് എന്താ, ഓഡ് നമ്പറാണ്. 9 എന്താണ് ഇവിടെ, ഓഡ് നമ്പറാണ്. അപ്പോൾ ഓഡ് നമ്പർ കാണിച്ച് നടുവിൽ ഒരാളുണ്ട്. അപ്പോൾ 3 ആൾക്കാരെടുത്തു നമ്മൾ. അപ്പോൾ നടുവിലല്ല, രണ്ടാമത്തെ ആൾ. അപ്പോൾ ഓഡ് നമ്പർ കാണിച്ച് മാത്രമേ നമുക്ക് മിഡ് ടേം വെച്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ ഈവൻ നമ്പർ, ഇപ്പോൾ 10 ടേംസിൻ്റെ സമ്മാണ് തന്നിരിക്കണമെന്ന് വെച്ചെങ്കിൽ നമുക്ക് മിഡ് ടേം വെച്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഓഡ് നമ്പറിൻ്റെ കേസിൽ മാത്രമാണ്
നമുക്ക് മിഡ് ടേമിൻ്റെ ഇക്വേഷൻ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ക്ലിയർ അല്ലേ? അപ്പോൾ ഇവിടെ തന്നിക്കണം ഓഡ് നമ്പറാണ്. അപ്പോൾ ഇവിടെ ചെയ്യേണ്ടത് മിഡ് ടേം വെച്ചാൽ. അപ്പോൾ നമുക്ക് ആരൊക്കെ തന്നിക്കണം? സമ്മ് തന്നു. സം ഓഫ് 9 ടേംസ് എത്രയാണ്? 90. സമ്മ് കിട്ടിക്കണം. പിന്നെ കിട്ടിയണോ? എത്ര ടേംസിൻ്റെ സമ്മാണ്? 9 ടേംസിൻ്റെ സമ്മല്ല. അപ്പോൾ നമ്പർ ഓഫ് ടേംസ് എത്രയാണ്? 9. അപ്പോൾ ഇവിടെ കാണാൻ പറഞ്ഞ ഇയാൾ ആരായിക്കാരപ്പോൾ? മിഡ് ടേം. ബാക്കിയുള്ളത് സമ്മ്, നമ്പർ ഓഫ് ടേംസ്, മിഡ് ടേം. 3 ആൾക്കാരാണ് റിലേഷനിൽ വരുന്നത്. അപ്പോൾ സമ്മും നമ്പർ ഓഫ് ടേംസ് വന്നിട്ട് പിന്നെ ഈ കാണാൻ പറഞ്ഞ ആൾക്കാരായിരിക്കാം മിഡ് ടേം. അങ്ങനെ ചെക്ക് ചെയ്യുക. ഇവിടെ തന്ന ഓഡ് നമ്പർ 9 അല്ലേ? ആ 9ക്ക് 1 കൂട്ടുക. എത്ര? 10 ആയില്ലേ? അതിൻ്റെ പകുതി നോക്കുക. അപ്പോൾ എത്ര? 9 + 1 10. 10/2 = 5th. അപ്പോൾ 5th ടേമാണ് മിഡ് ടേം എന്ന് കൺഫേം ആയി. അയാളല്ലേ കാണാൻ പറഞ്ഞേക്കണേ. അപ്പോൾ ഇവിടെ കാണാൻ പറഞ്ഞ ആൾ എന്തായാലും ഷുവറായിട്ട് ആരായിക്കാരാം? മിഡ് ടേം ആയിക്കാരം. അത് ചെക്ക് ചെയ്യാൻ ഇത്രേ ഉള്ളൂ. തന്ന ഓഡ് നമ്പർക്ക് 1 കൂട്ടുക, പകുതി എടുക്കുക. അപ്പോൾ ഇവിടെ 10/2 5th ടേമാണ് മിഡ് ടേം എന്ന് കൺഫേം ആയി. അയാളാണ് കാണാൻ പറഞ്ഞത്. അപ്പോൾ മിഡ് ടേമിൻ്റെ ഇക്വേഷൻ എഴുതിക്കോ. മിഡ് ടേം = സമ്മ് ബൈ നമ്പർ ഓഫ് ടേംസ്. മിഡ് ടേം ഇവിടെ ആരാ? 5th ടേമാണ്. കൺഫേം ആയില്ലേ? 5th ടേമാണ്. അപ്പോൾ സമ്മ് = എത്രയാണ്? 19. എത്രയാണ്? 9. അപ്പോൾ ആൻസർ എത്ര? 10. അപ്പോൾ 5th ടേം എത്രയാണ്? 10 എന്ന് കിട്ടി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. അടുത്ത ക്വസ്റ്റ്യനിൽ എന്താണ്? 5th ടേം തന്നോണം. അതായത് ഇത് നേരെ തിരിച്ച് നമുക്ക് മിഡ് ടേം തന്നോണം. 5th ടേം തന്നോണം. എന്നിട്ട് നമ്മളോട് കാണാൻ പറഞ്ഞത് സമ്മാണ് കാണാൻ പറഞ്ഞത്. ഫൈൻഡ് സം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സമ്മിൻ്റെ ഇക്വേഷൻ ചെയ്തോ. മിഡ് ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേംസ്. എത്ര ടേംസിൻ്റെ സമ്മ കാണാൻ പറഞ്ഞത്? 9 ടേംസിൻ്റെ. അപ്പോൾ ആയല്ലോ. എത്രയാണ്? 9. പിന്നെ ഈ തന്നത് ആരെയും മിഡ് ടേം ആയിക്കാരം ക്വസ്റ്റ്യനിൽ. ക്ലിയർ അല്ല? അത് ചെക്ക് ചെയ്യില്ല. എങ്ങനെ? ഇവിടെയുള്ള ഓഡ് നമ്പർ എത്രയാണ്? 9. അതിക്കൊന്ന് കൂട്ടി 10 കിട്ടി. 10ൻ്റെ പകുതി എത്രയാണ്? 5. അപ്പോൾ ഇവിടെ മിഡ് ടേം 5 കൺഫേം ആയല്ലോ. അയാൾ നമുക്ക് തന്നേക്കണം. അപ്പോൾ ഇവിടെ എഴുതേണ്ടി 5 അല്ല എഴുതേണ്ടിയത് ആ മിഡ് ടേമിൻ്റെ വാല്യൂ. ഇയാൾ 5ാമത്തെ പൊസിഷനിലാണ്. ഇവിടെ നമ്മൾ പൊസിഷനാണ് നോക്കേണ്ടത്. 9 + 1/2 അറിയേണ്ടത് പൊസിഷനാണ് കിട്ടുക. 5th ടേം മിഡ് ടേമാണ് കൺഫേം ആയി. അയാളെ വാല്യൂ ആണ് ഈ മിഡിൻ്റെ അവിടെ എഴുതേണ്ടി കേട്ടോ. അപ്പോൾ 10. അപ്പോൾ ആൻസർ എന്തരും? 90. സമ്മ് എത്ര? 90. പിന്നെ പറഞ്ഞ ലാസ്റ്റ് ഒരു കൺസെപ്റ്റ് കൂടെ പറഞ്ഞിരുന്നു. അതായത് സപ്പോസ് ഇപ്പോൾ 2nd ടേമും 6th ടേമും കൂട്ടിയാൽ നമുക്ക് 20 കിട്ടി വിചാരിക്കുക. 2nd ടേമും 6th ടേമും 20 കിട്ടി. അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തന്നു. എന്നിട്ട് നിങ്ങളോട് ചോദിച്ചോ 1st ടേമും 7th ടേമും കൂട്ടിയാൽ എത്രയാണ്? അപ്പോൾ ഇവിടെ നോക്കേണ്ട ഇത്രേ ഉള്ളൂ. 2nd 6th കൂട്ടിയാൽ 20. അപ്പോൾ ഇതിൽ പൊസിഷൻ്റെ സം എടുക്കുക. 2nd + 6 അതായത് 2 + 6 എത്രയാണ്? 8 ആണല്ലോ കിട്ടണേ. അതേപോലെ ഇവിടെ എന്താണ്? 1 + 7 1 + 7 എത്ര? 8 ആണ്. അപ്പോൾ പൊസിഷൻ്റെ സം എന്താണ്? സെയിം ആണ്. ഇവിടെ രണ്ടിൽ പൊസിഷൻ്റെ സം സെയിം ആണ് വെച്ചെങ്കിൽ അതിൻ്റെ ഉത്തരങ്ങളും എന്താണ്? സെയിം ആണ്. ഇതിനാണ് നമ്മൾ എന്ത് വിളിക്കുക? ഇങ്ങനെ എഴുതേണ്ടത്. അതായത് 2 ടേംസിൻ്റെ സമ്മിൻ്റെ ആൻസറുകൾ സെയിം ആണ് വെച്ചെങ്കിൽ ആ പെയറായിട്ട് എഴുതേണ്ടതിനാണ് നമ്മളെന്ത് വിളിക്കുക? ഈക്വൽ പെയേഴ്സ്. അപ്പോൾ ഇവിടെ ആരൊക്കെ ഈക്വൽ പെയേഴ്സ്? 2nd 6th 1st 7th. ഈ തേർഡത്തെ ആളാണ് എടുത്തുകണെന്ന് വെച്ചാൽ അതിൻ്റെ കൂടെ ആരായിക്കാരം വരിക? 5th. കാരണം 3 + 5 ആണ് 8 കിട്ടുക. അപ്പോൾ അതിൻ്റെ ആൻസർ എന്ത് ചെയ്യാറ്? 20. ക്ലിയർ അല്ലേ?